പ്രഭാസിൻ്റെ അടുത്ത സിനിമയായ സ്പിരിറ്റിൽ കൊടുത്തിരിക്കുന്ന ടാഗ് ലൈൻ ദ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ. മറ്റൊരു താരത്തിൻ്റെയും ഫാൻസുകാർ ഈ ടാഗ് ലൈനും കൊണ്ട് ഫൈറ്റിന് വരത്തില്ല. ദ ദിനോസർ. ദിനോസറിനൊക്കെ വംശനാശം സംഭവിച്ചിട്ട് വർഷങ്ങളായി. എപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇൻ ഇന്ത്യ. ബാഹുബലി എന്ന സിനിമ കണ്ടിട്ടാണെങ്കിൽ, കാരണം എല്ലാ സിനിമയ്ക്കകത്ത് സംവിധായകർ എഴുത്താൻ അവരൊക്കെ ഒരു അധ്വാനമുണ്ട്. പക്ഷെ സൂപ്പർ സ്റ്റാറുകൾക്കാണ് അതിൻ്റെ ഇത് കിട്ടാറുള്ളത്. പക്ഷേ ഈ ബാഹുബലി എന്ന് പറയുന്ന ഫസ്റ്റ് സെക്കൻഡ് ഈ ഒരു സിനിമയ്ക്കുള്ള ഫുൾ ക്രെഡിറ്റ്, മറ്റേവർ അധ്വാനിച്ചില്ല എന്ന് പറയുന്നത്, ഫുൾ ക്രെഡിറ്റ് രാജമൗലിക്കുള്ളതാണ്. അദ്ദേഹം സംവിധാനം ചെയ്തുകൊണ്ടാണ് ശരിക്കും പ്രഭാസ് ചിത്രം താരമായത്. അതിനുശേഷം വന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും സഹോ ഇതിനെയൊക്കെ കൈനോട്ടക്കാരനായിട്ടുള്ളൊരു പടങ്ങളൊന്നും കാര്യമുണ്ട്. പിന്നെ കൽക്കി കയറി. കൽക്കി കാരണം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റാർ ചിത്രം. അമിതാഭ് ബച്ചൻ, കമൽഹാസൻ. പിന്നെ അതിൽ കൊണ്ടായിരിക്കും അതിൻ്റെ BGM മാസ രീതിയിൽ കൊണ്ടൊക്കെയായിരിക്കും അത് ഹിറ്റായത്. അന്ന് വെച്ച് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഒന്നും അത്രയ്ക്ക് വേണോ? ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെണ്ണ മേടിക്കണോ? അതുപോലെ തന്നെയാണ് ഇത്. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല. അതിനകത്ത് ഷാരൂഖ് ഖാനൊക്കെ ഉണ്ട്. ഇത് മെയിനായിട്ട് ബോളിവുഡാണല്ലോ, അവിടെ നിയന്ത്രിക്കാൻ ഹാൻമാരൊക്കെ ഉണ്ട്. അവരൊന്നും ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരൊന്നും അല്ല. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ സഹോയൊക്കെ പോയതാണ്. അതുപോലെ തന്നെ SS രാജമൗലിയുടെ നിങ്ങളതിപ്പോൾ റീലിലൊക്കെ അത് കാണിക്കുന്നുണ്ട്. ആ താരങ്ങളൊക്കെ എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ നിയന്ത്രിക്കണം, അത് കറക്റ്റ് ആ മനുഷ്യൻ്റെ ഡെഡിക്കേഷനും ദീർഘദൃഷ്ടിയും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ബാഹുബലി ഹിറ്റായത്. പ്രഭാസിനെ അറിഞ്ഞു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അത് ക്രെഡിറ്റ് രാജമൗലിക്കുള്ളതാണ്. അതായത് അതിനുശേഷം വന്ന പടങ്ങളൊന്നും പ്രഭാസിൻ്റെ കാര്യമായിട്ട് ഹിറ്റായില്ല. ഈ കൽക്കി മാത്രമാണ് ഹിറ്റായത്. അത് മൾട്ടി സ്റ്റാർ ചിത്രമാണ്. അപ്പോൾ നമുക്കൊരു അവകാശം പറയാൻ പറ്റില്ല, പ്രഭാസിൻ്റെ തന്നെയാണെന്ന് പറയാനും പറ്റില്ല. അപ്പോൾ ഈ വരുന്ന സ്പിരിറ്റിലാണെങ്കിൽ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ ആ സ്പിരിറ്റിലൂടെ തെളിയിക്കുക. അതുപോലൊരു 1000 കോടി ക്ലബിൽ കയറാൻ നോക്കുക. അല്ലെങ്കിൽ ബാഹുബലിയുടെ രീതിയിലും അത്രയെത്തില്ല, അതിൻ്റെ പകുതിയെങ്കിലും ഈ സ്പിരിറ്റിൽ എത്തിക്കാൻ നോക്കുക. അല്ലാതെ അവിടെയുള്ള ബിഗസ്റ്റ് സൂപ്പർ SK, സൽമാൻ ഖാൻ, ആമിർ ഖാൻ, ഇവരൊക്കെയാണ് ഒരു ബോളിവുഡാണല്ലോ ഏറ്റവും മേളിലുള്ളത് ഹിന്ദി സിനിമാ ലോകം ഇന്ത്യയിലെ. അപ്പോൾ അവിടെയൊക്കെ ഹാൻമാരൊക്കെ ചുമ്മാ ഇരിക്കണതല്ല. ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഫാൻസാരും ചുമ്മാ ഇരിക്കുന്നതല്ല.